ഹായ്, ചോറിൻ്റെയും റൊട്ടീൻ്റെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക മപ്പാസിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ഹീറ്റ് ചെയ്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ചെറുതായിട്ട് മുറിച്ച വെണ്ടയ്ക്ക അതിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 12 പീസ് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അതിനെ 1 ഇഞ്ച് നീളമുള്ള പീസസ് ആയിട്ട് മുറിച്ചതിന് ശേഷം എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ വെണ്ടയ്ക്ക എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റിക്കിനെസ് നന്നായിട്ടൊന്ന് മാറിക്കിട്ടും. അതേപോലെ തന്നെ അത് നമ്മൾ കറിയിലിടുമ്പോൾ അത് ഉടഞ്ഞു പോകത്തില്ല, അത് സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കും. വെണ്ടയ്ക്ക ഒരു 2-3 മിനിറ്റ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് കോരി മാറ്റിയിട്ട് അതേ എണ്ണയിലേക്ക് ഞാൻ ഒരു 3 വലിയ വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ 2 പച്ചമുളക് ഇതെല്ലാം ഫൈനലി ചോപ്പ് ചെയ്ത് ചേർക്കുവാണ്. അതോടൊപ്പം 3-4 കറി ലീവ്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുവാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാള മുറിച്ചതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ സവാളയുടെ കളറൊന്ന് ഫെയ്ഡ് ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഫെയ്ഡാവാൻ തുടങ്ങി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ടൊമാറ്റോ മുറിച്ചതും കൂടെ ചേർത്ത് ആ ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് കുക്കാവുന്നത് വരെ ഇതൊന്ന് സോട്ട് ചെയ്യുവാണ്. ഇപ്പോൾ ടൊമാറ്റോ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല പൗഡേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ ആൻഡ് 1 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. മസാലാസ് എല്ലാം ആഡ് ചെയ്ത് ഒരു മീഡിയം ഹീറ്റിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് 2 പാൽ, അതായത് തിന്നായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സ്റ്റേജിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഇപ്പോൾ ഗ്രേവി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഞാനൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോയിലാക്കിയതിന് ശേഷം ഒരു 1/2 കപ്പ് 1-ാം പാൽ, അതായത് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് കൂടെ ചേർത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മപ്പാസ് റെഡി ആയിട്ടുണ്ട്.